കഥ പറയുമ്പോൾ പോള് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. പോള് കഥ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു മീഡിയം ബഡ്ജറ്റ് ആയിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ തന്നെ, സാധാരണ പ്രൊഡ്യൂസർ കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ എന്നല്ലേ ചോദിക്കുന്നത്. ചെറുക്ക് വെച്ച് കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂട്ടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ കൂട്ടിയിട്ട് കഥയിലെ വേറെ ചിറക് വെച്ച് വന്നപ്പോഴാണ് അപ്രൂവ് ചെയ്തത്. സാധാരണ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് വെച്ചാൽ ഇത് ബഡ്ജറ്റ് വളരെ കൂടുതലാണ്, ഇത് പറ്റില്ല, കുറച്ചൊക്കെ ബഡ്ജറ്റ് കുറച്ചിട്ട് വരും, ഇത് ബഡ്ജറ്റ് കൂട്ടിയിട്ട് ഒരു ക്യാൻവാസ് വലുതാക്കാൻ പറഞ്ഞു. അങ്ങനെ പോൾ പോയിരുന്ന് ക്യാൻവാസ് വലുതാക്കി വന്നപ്പോഴാണ് കുറച്ചുകൂടെ കൺവിൻസിങ് ആയത്. പെപ്പ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് പെപ്പയ്ക്ക് ഈ ക്യാരക്ടർ ഷോൾഡർ ചെയ്യാൻ പറ്റുമോ. പക്ഷെ അതിന്റെ ഉത്തരം ഈ സിനിമ തരും. അത് ജഗദീഷ് ചേട്ടൻ മുൻപ് പറഞ്ഞിരുന്നു, ഈ സിനിമ കഴിഞ്ഞാൽ വേറൊരു പെപ്പയെ നമുക്ക് കിട്ടും. പെപ്പയുടെ സ്റ്റാർഡം വളരെ കൂടും. കാരണം പെപ്പ സിൻസിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നേ പറയാനുള്ളൂ. നല്ല ആക്ടറാണ്, ആക്ഷൻ ഹീറോ ആണ്, നല്ല ആക്ടറും കൂടിയാണ് പെപ്പ. ഇതിനകത്ത് അതിനനുസരിച്ചുള്ള മുഹൂർത്തങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കോ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഈ സിനിമയ്ക്കുണ്ടോ? നിങ്ങൾ വല്ല യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമോ അങ്ങനെ എന്തെങ്കിലും? കാട്ടാളൻ ടീം നമ്മുടെ കൂടെ, പ്രൊഡ്യൂസർ ജഗദീഷ് ചേട്ടൻ ആൻഡ് എഡിറ്റർ ഷെരീഫ് മുഹമ്മദ്. ഈ കാട്ടാളൻ ട്രെയിലർ കാണുമ്പോൾ ഒരു വലിയ വയലൻസ് മൂവി തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മാർക്കോ വലിയ ചർച്ചയായപ്പം നിങ്ങൾ പറഞ്ഞത് ഇനി ഒരു വയലൻസ് സിനിമ ചെയ്യില്ല എന്നായിരുന്നു. വയലൻസ് സിനിമ ചെയ്യില്ല എന്നായിരുന്നില്ല, പിന്നെ വയലൻസിന്റെ അതിപ്രസരം കുറയ്ക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ കാട്ടാളൻ അത്രയ്ക്ക് അതിപ്രസരം ഇല്ല എന്നാണോ? അല്ല, അതിൽ ചെറിയൊരു കുറ്റബോധം എനിക്കുണ്ട്. പറഞ്ഞു പോയതിനാ പറഞ്ഞു പോയതിന് എന്താ സംഭവിച്ചാല്, ഇപ്പൊ ഹനീഫ് അദേനി മാർക്ക് എടുക്കുമ്പോ ഹനീഫിന് ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്ക് ആരും ഇടപെട്ടിട്ടില്ല. ആസ് എ പ്രൊഡ്യൂസർ ഒരു ഡയറക്ടറിന് ക്രിയേറ്റീവ് ഫ്രീഡത്തിൽ ഇടപെടാൻ പാടില്ലാന്ന് ഞാൻ ഒന്നും ഇടപെടാറില്ല. പക്ഷെ പോളി സിനിമ ചെയ്യുമ്പോൾ പോളി ആദ്യം കൊടുത്ത ഇൻസ്ട്രക്ഷൻ അല്ല, ഡയറക്ടർക്ക് ഒരിക്കലും ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു എന്റെ റിക്വസ്റ്റ് പോലെ കൊടുത്തത് വയലൻസ് കുറച്ച് കുറയ്ക്കണം. കാരണം ഞാൻ തന്നെയാണ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞത്. പക്ഷെ അത് പോളിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്ക് ഇടപെട്ടു എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പൊ ദുരന്തരം വന്നു. ഇവിടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ വയലൻസ് മൂവീസ് വരുന്നുണ്ട്. അപ്പോ നമ്മൾ മാത്രം എന്തിനു ചെയ്യാതിരിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഇല്ലല്ലോ. അപ്പോ ആ ഒരു കുറ്റബോധം എനിക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോ ഇപ്പൊ ദുരന്തരം വന്നു, ഇനി നമ്മൾ അടുത്ത ഡയറക്ടർ എന്താണോ അവരുടെ ക്രിയേറ്റീവ് ഫ്രീഡം ഞാൻ ഇടപെടുന്നില്ല. അദ്ദേഹത്തിന് വയലൻസ് ചെയ്യണോ അദ്ദേഹം ചെയ്തോട്ടെ. സിനിമയായിട്ട് കാണാൻ ആൾക്കാർ റെഡി ആവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ ആ ഫ്രീഡത്തിലേക്ക് കയറില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ആൾക്കാർ തയ്യാറാണ്. ഒരു സിനിമ ആ ജോണറാണ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് കാണാൻ തയ്യാറാണ് അല്ലേ ജഗദീഷ് ചേട്ടാ? അല്ല, ഇതിപ്പോ അങ്ങനെ ഒരു ക്ലാഷ് എന്തായിരുന്നാലും ഈ സിനിമയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഓഡിയൻസും എന്താ പറയാ നമ്മുടെ ടീമുമായിട്ട്. കാരണം വെച്ചാൽ ഇതൊരു പക്ക എന്റർടൈനറാണ്. ആക്ഷൻ മൂവിയാണ്, വയലന്റ് മൂവിയല്ല, ആക്ഷൻ മൂവിയാണ്. അത് നമ്മൾ ധൈര്യത്തോടെ പറയുന്നു, സന്തോഷത്തോടെ പറയുന്നു, ഫുൾ ആക്ഷനാണ്. ഈ ആക്ഷനിൽ ബ്ലഡും വയലൻസും ഒക്കെ പരമാവധി കുറച്ചിട്ടുണ്ട്. ഫാമിലിയെ ഈ ചിത്രം അട്രാക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി കൺസേൺ. ഇത് ഫാമിലി മൂവി. ഈ മാർക്കോയുടെ കാര്യത്തിൽ ഇപ്പൊ ഷെരീഫിന് കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതൊരു സിനിമയാണ്. ആ സിനിമ കണ്ടിട്ട് വയലൻസിലേക്ക് തിരിഞ്ഞ ആൾക്കാരുണ്ടാവുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ അങ്ങനെയുള്ള വയലൻസിലേക്ക് പ്രേക്ഷകരെ തിരിയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വരുന്നത് നല്ലതല്ല. ഈ സിനിമ ആക്ഷനിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കില്ല. ആക്ഷൻ കണ്ട് ആസ്വദിച്ച് രസിച്ച് തിയേറ്ററിൽ നിന്നും പോയതിനു ശേഷം സമാധാനത്തോടെ കഴിയും. ഈ മറ്റേ മാർക്കോയില് ജഗദീഷന്റെ റോള് ഇത്ര നാൾ ചെയ്തതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അത്രയും വയലന്റ് ആയ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇതിലേക്ക് അലി എന്നാണ് തോന്നുന്നു കഥാപാത്രത്തിന്റെ പേര്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അല്ല, ടോണി ഐസക് എന്ന് പറയുന്നത് ഒരു പക്ക വില്ലനാണ്. പക്ക വില്ലൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു ദി മാക്സിമം എന്നൊക്കെ പറയില്ലേ, കോർ. ഇത് അങ്ങനെയല്ല. ഇതൊരു അലി എന്ന് പറയുന്ന കഥാപാത്രം ഒരു സാധാരണക്കാരനാണ്, കാട്ടിലെ സാധാരണക്കാരൻ. സാധാരണക്കാരൻ ഇയാള് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂലും ഒക്കെ പറയുന്നത് വോൾക്കാനോ ഓഫ് ഇമോഷൻസ് എന്നാണ്. ഇയാൾക്ക് സെന്റിമെന്റ്സ് ഉണ്ട്, ഇയാൾക്ക് കുടുംബ സ്നേഹമുണ്ട്, പക്ഷെ ഒരു വിധേയനാണ്. വോൾക്കാനോ പൊട്ടിത്തെറിക്കോ? അത് സിനിമ കണ്ടിട്ടില്ലേ പറയാൻ പറ്റും. അതിനകത്ത് വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പൊട്ടിത്തെറിച്ചാലും ഞാൻ തൊഴിലാളിയാണ്, അടിസ്ഥാനപരമായി ഒരു വിധേയനാണ്. എന്റെ പൊട്ടിത്തെറിക്കൊക്കെ പരിമിതികളുണ്ടാവും. ഏത് കാലത്തും തൊഴിലാളിക്ക് ഒരു മുതലാളിയെ എന്താ പറയാ പിന്നെ മറികടന്ന് ജയിക്കാനൊക്കെ പറ്റുമെന്നുള്ള ചോദ്യചിഹ്നമാണ്. സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക, ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്.
പരിമിതികളുണ്ട് എന്റെ കഥാപാത്രത്തിന് അല്ലെ വിധേയനാണ്. മാരി എന്ന് പറയുന്ന ഇതിലെ പ്രധാനപ്പെട്ട വില്ലന്റെ ഒരു സ്വന്തത സഹചാരിയാണ്. ഈ തൊഴിലാളി കൂട്ടായ്മയിലേക്കാണ് നമ്മുടെ നായകനും വരുന്നത്. നായകനും തൊഴിലാളിയാണ്. തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്നതിനപ്പുറം ഇതില് തിന്മ കൂടിയവരും തിന്മ കുറഞ്ഞവരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. തിന്മ കുറഞ്ഞ ഗ്രൂപ്പിലാണ് ഞാൻ. തിന്മ കൂടിയവർ ഒരുപാട് പേരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ആൾക്കാർ അഭിനയിക്കാൻ. ടീച്ചർ കാണുമ്പോൾ നമുക്ക്. ഷമീർ, ഈ ആക്ഷൻ സിനിമകൾ എഡിറ്റ് ചെയ്യുന്നതിലെ കിങ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. എത്രയോ സിനിമകൾ അങ്ങനെ ചെയ്തു. കാട്ടാളൻ ചെയ്യുന്നതിൽ ഒരു ചാലഞ്ച് എന്തായിരുന്നു? എനിക്ക് ഏറ്റവും എളുപ്പം ആക്ഷൻ ചെയ്യാനാണ്. കാട്ടാളൻ നമുക്കിപ്പോ ഏറ്റവും കൂടുതലുള്ളതും ആക്ഷനാണ്. അപ്പൊ അങ്ങനെ ചാലഞ്ച് ഒന്നുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര എന്താ പറയാ, ഇത് ഞങ്ങളിത് എഡിറ്റ് ചെയ്യാൻ പോയത് ഞാൻ ദുബായ് വന്നിരുന്ന് ചെയ്തത്. അപ്പൊ പോൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ യുദ്ധം തുടങ്ങി. അപ്പൊ മിസൈലൊക്കെ പോകുമ്പോ അതിന്റെ അടിയിൽ എഡിറ്റ് മെയിൻ ചാലഞ്ച്. ഞാൻ എയർപോർട്ട് എടുത്ത് കറക്റ്റ് ആയിരുന്നു. പുറത്തും ആക്ഷനാ. എന്നാലും ഇതില് ഇപ്പൊ ഒരുപാട് ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിലൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. കഥ കേൾക്കുമ്പോഴാവട്ടെ, അതിലൊരു ക്യാൻവാസ് ആവട്ടെ, ഫോറസ്റ്റ് ആണ് അല്ലെ, സത്യമംഗലം കാട് എന്നൊക്കെ റെഫറൻസ് വരുന്നുണ്ട്. അപ്പം ആ രീതിയിൽ അതിലൊരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? അല്ല, അത് ഇതിൽ ഇവര് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട്. അതിപ്പോ ഞാൻ ഇതില് പല ടെറൈൻസിലാണ് പോകുന്നത്, ഒരു ഫോറസ്റ്റ് മാത്രമല്ല. ആ ഒരു ക്രൈം ഒരു ഇവിടെ അധികം വന്നിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ അതാണ് അതില്. പിന്നെ ഇതിനകത്ത് ആക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു ആദ്യത്തെ ആക്ഷൻ സീക്വൻസുമായിട്ട് രണ്ടാമത്തെ ആക്ഷൻ സീക്വൻസിന് സാമ്യം വരാൻ പാടില്ല. എങ്കിൽ പ്രേക്ഷകർക്ക് ബോറടിക്കും. ഇതില് എത്ര ആക്ഷൻ സീക്വൻസ് ഉണ്ടോ അതെല്ലാം വ്യത്യാസമായിരിക്കും. ഒന്നിനൊന്ന് സാമ്യമുള്ള സീക്വൻസ് വന്നിട്ട് കാര്യമില്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈറ്റ് അതേപോലെ തന്നെ തൊട്ടടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞ് വേറൊരു ഫൈറ്റ് വന്ന ആൾക്കാർക്ക് ബോറടിക്കും. ഇതിപ്പോ ഏറ്റുമുട്ടുന്ന വേറെ ആൾക്കാരുമായിട്ടായിരിക്കും, വേറെ ടെറൈനിലായിരിക്കും. ഒന്ന് കാട്ടിലാണെങ്കിൽ, ഒന്ന് നാട്ടിലായിരിക്കും, ഒന്ന് ടൗണിലായിരിക്കും, ഒന്ന് കടലിലായിരിക്കും. പല രാജ്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ചലഞ്ച് ആക്ട് ചെയ്തവർക്കൊക്കെ ആയിരിക്കും. ഇപ്പോ എലിഫന്റ് സീക്വൻസ് നമ്മൾ ഒറിജിനലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും. സാധാരണ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അതിന്റെ വലിപ്പമൊക്കെ വരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് ആ രീതിയിൽ വലിയ സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഒറിജിനൽ ആനിമൽസിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക് ആണ്. ഇതിനൊക്കെ തയ്യാറാവുക, അതും ഒരു ആദ്യം സിനിമ ചെയ്യുന്ന ഒരാളുടെ കൂടെ, അതിന്റെ ഒരു ആദ്യം സിനിമ ചെയ്യുന്ന ഒരാളാണെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ പറയും പോളൊരു ആദ്യ സിനിമ ചെയ്യുന്ന സംവിധായകനാണെന്ന് പറയില്ല. അല്ല, എക്സ്പീരിയൻസ് ഡയറക്ടറാണ് എന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പൊ പോളിനെ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള പോളിന്റെ കഴിവ് നേരത്തെ കണ്ടെത്തിയതാണ്. പോള് നമ്മളോട് കഥ പറയുമ്പോ പോള് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതാണ് നമ്മൾ എക്സൈറ്റ് ആയിരിക്കുന്നത്. അതായിരുന്നു നമ്മുടെ ധൈര്യം. പോള് കഥ പറഞ്ഞപ്പോ കുറച്ചുകൂടെ ഒരു മീഡിയം ബഡ്ജറ്റ് ആയിരുന്നു. അപ്പൊ പ്രൊഡ്യൂസർ തന്നെ, സാധാരണ പ്രൊഡ്യൂസർ കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ നല്ല ചോദിക്കുന്നത്, ചെറുക്കി വെച്ച് കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂട്ടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ കൂട്ടിയിട്ട് കഥയില് വേറെ ചിറക് വെച്ച് വന്നപ്പോഴാണ് അപ്രൂവ് ചെയ്തത്. സാധാരണ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് വെച്ചാൽ ഇത് ബഡ്ജറ്റ് വളരെ കൂടുതലാണ്, ഇത് പറ്റില്ല, കുറച്ചൊക്കെ ബഡ്ജറ്റ് കുറച്ചിട്ട് വരുമെന്ന്. ഇത് ബഡ്ജറ്റ് കൂട്ടിയിട്ട് ഒരു ക്യാൻവാസ് വലുതാക്കാൻ പറഞ്ഞു. അങ്ങനെ പോൾ പോയിരുന്ന് ക്യാൻവാസ് വലുതാക്കി വന്നപ്പോഴാണ് കുറച്ചുകൂടെ കൺവിൻസിങ് ആയത്. അല്ല, സീക്വൻസുകൾ കൂട്ടാനാണ് ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ നമ്മള് സിനിമ കാണുമ്പോൾ നമുക്ക് ബോറടിക്കാൻ പാടില്ല. പൈസ വസൂൽ. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആക്ഷൻ പോരാന്ന് തോന്നി, കുറച്ചുകൂടെ ആക്ഷൻ കൂട്ട്, കുറച്ചുകൂടെ സംഭവം മജ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടിട്ട് പോൾ അതിനനുസരിച്ച് പോൾ അത് ആവേശത്തോടെ തന്നെ ആക്ഷൻ അങ്ങോട്ട് കൂട്ടി. ആക്ഷൻ അങ്ങോട്ട് കൂട്ടിയിട്ട് ഇപ്പം ഹിന്ദിയിലൊക്കെ പറയുന്നത് ഭർപൂർ ആക്ഷൻ. ഈ ആക്ഷൻ സിനിമ ചെയ്തേ ബ്ലഡ് ഷെഡും വയലൻസ് ഒക്കെ കണ്ട് ഷമീർ ആസ് എ പേഴ്സൺ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? കുറച്ച് സമാധാനത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോ ഇല്ല അങ്ങനെ എന്താ പറയാ, എനിക്കിഷ്ടമാണ് ബേസിക്കലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. അല്ലാണ്ട് അതേപോലെ ചെയ്യാൻ തോന്നുന്നില്ല നമുക്ക്. നമ്മള് വിചാരിക്കുന്ന പോലെയല്ല, ഈ ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു ബേസിക്കലി പാവങ്ങളായിരിക്കും. നമ്മുടെ പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ചെയ്യാൻ ഇഷ്ടം അടി ഇടി പൊരിഞ്ഞടി, അവിടെ ജീപ്പ് ഒന്ന് തകർക്കുന്നു, ഇത് കടലിൽ പോയിട്ട് അത് തകർക്കുന്നു, അടി 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 അങ്ങേറ്റത്തെ അടി. പക്ഷെ സംസാരിക്കുന്നത്
അതാണ് ട്രെയിലർ ലോഞ്ച് രജിഷ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ, നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുന്ന പ്രതീക്ഷിക്കില്ല. സംസാരിക്കുന്നില്ല, വളരെ സോഫ്റ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ്. ഇത്രയും വയലൻസ് ഒക്കെ, അല്ലെങ്കിൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഒക്കെ മനസ്സിലുള്ള ആളാണെന്ന് നമുക്ക് തോന്നുന്നില്ല സംസാരിച്ചാൽ നമ്മൾ കേൾക്കൂല. അല്ല, പിന്നെ പ്രത്യേകം പറയേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ ഓളെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം നന്നായി ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷെയ്ഡ് ഇരിക്കുന്നത് പറയുന്നതല്ല, ഈ സിനിമ എഡിറ്റ് ചെയ്തിട്ട് അതൊരു മാജിക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമ. പിന്നെ രവി ബസൂറിന്റെ മ്യൂസിക്, ഈ 2 പേരുടെയും ഒരു സിഗ്നേച്ചർ പരിപാടിയിൽ കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിനേക്കാൾ സിഗ്നേച്ചർ പുള്ളിയുടെ മൈൻഡിൽ വേറെ മൂവീസ് ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്ന മാജിക് 2 പേരും കൊണ്ടുവന്നിട്ടുണ്ട്. രവി ബസൂറിന്റെ ഇപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഹാഫ് അയച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിരുന്നു, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് യൂത്തിനും ജെൻസിക്കും ഒരു ട്രീറ്റ് ആയിരിക്കും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ. അവരെ ഒരു അഡ്രിനാലിൻ അടിപ്പിക്കുന്ന എല്ലാ പരിപാടിയും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് വിഷ്വൽസിലുണ്ട്. അല്ല, അത് നമ്മളല്ല പറയേണ്ടത്, അതിനുവേണ്ടിയുള്ള എഫേർട്സ് നമ്മൾ പൊതുവെ പറയും ഒരു എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമ ജനിക്കുക, അതുപോലെ എഡിറ്റർക്ക് സിനിമ കഴിയുമ്പോൾ അത് എവിടെ എത്തും എന്ന് പറയാൻ പറ്റും. ആ രീതിയിൽ നോക്കുമ്പോൾ കാട്ടാളൻ ഒരു പ്രതീക്ഷ എന്താ? കാട്ടാളൻ എന്താ പറയുക, ഇപ്പൊ ശരിക്കും പറഞ്ഞ പോലെ തന്നെ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഒട്ടും ബോറടിയാണ്ട് ഭയങ്കര സ്പീഡിൽ ഒരു ഹൈ ഒക്ടൈൻ ആക്ഷൻ മൂവി. അതിനനുസരിച്ചുള്ള മ്യൂസിക്കും വിഷ്വൽസും ആക്ഷൻ സീക്വൻസും എല്ലാം ഉണ്ട് അതില്. ഷമീർ ഈ എഡിറ്റിംഗില് പല അഭ്യാസങ്ങൾ നടത്തുന്ന ആളാണ്. ഒരു പാറ്റേണിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഇത് വേണോ, എന്നിട്ട് വേറൊരു പാറ്റേണിൽ ഫാസ്റ്റ് ആക്കി ഏത് വേണം അപ്പൊ രണ്ടാമത്തത് വളരെ ഫാസ്റ്റ് ആയിട്ട് 1 സെക്കൻഡ് പോലും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ടക്കടക്കടക്കടക്കടക്കടക്കെന്ന് അങ്ങനെ പോകുന്ന രീതിയിൽ അല്ലാതെയും കാണിച്ചു കൊടുക്കും. വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വയ്ക്കാം, ഇഷ്ടമുള്ള. അപ്പം അതില് എനിക്ക് തോന്നുന്നു ഈ എഡിറ്റിംഗ് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കാരണം ഇനി ഇങ്ങനെ ഇത് തിരിച്ചിട്ട് ഇവിടെ തിരിച്ചിട്ടിട്ട് ഇവനെ തിരിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടാലോ എന്നൊക്കെ ആലോചിച്ച സ്ക്രീൻ പ്ലേയുടെ ഓർഡർ നോൺ ലീനിയർ ആക്കുക, ലീനിയർ ആക്കുക. അപ്പൊ ഒരു ചിത്രത്തിന്റെ അപ്പൊ അതില് എൻജോയ്മെന്റ് കണ്ടെത്തിയാൽ മാത്രം അഭിനയത്തിലാണെങ്കിലും നമ്മള് സ്വയം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ ചെയ്യുമ്പം ഇതില് കഴിഞ്ഞ പടത്തില് ഞാൻ ഇന്ന രീതിയിലാണ് ആ ക്യാരക്ടർ ആവിഷ്കരിച്ചത്, അപ്പൊ ഇതില് അലി ചെയ്യുമ്പോൾ അല്പം ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മളെ സ്വയം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. അതിനകത്തുള്ള ഒരു പരിശ്രമം വേണം. ആ പരിശ്രമം ഇവിടെ സംവിധായകൻ പോളിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മാർക്കോയെക്കാളും ഡിഫറെന്റ് ആയിരിക്കണം. എന്നാൽ മാർക്കോയുടെ അത്ര വയലൻസ് വേണമെന്നില്ല, ഡിഫറെന്റ് ആയിരിക്കണം. മാർക്കോയുടെ ഈക്വൽ ആയിട്ടോ അതിനേക്കാൾ കൂടുതൽ പേരെടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഷെരീഫ് വർക്ക് ചെയ്യുന്നത്. ആക്ടർ എന്ന നിലയിൽ ഞാൻ ടോണി ഐസക്ക് അങ്ങനെ മാക്സിമം വില്ലനെ അവതരിപ്പിച്ചു. ഇതിൽ ഒരു വിധേയന്റെ റോളും എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ചിന്തയാണ് എനിക്ക്. ഷമീറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ല ഡിഫറെന്റ് പാറ്റേണിൽ ഇതിന്റെ എഡിറ്റിംഗ് എങ്ങനെ ഫാസ്റ്റ് ആക്കി ബ്രിസ്ക് ആക്കി കൊണ്ടുവരാന്നുള്ള ചിന്തയാണ് ഷമീറിന്. അപ്പൊ ഇതെല്ലാം നമ്മളെല്ലാവരും പ്രൊഫഷണലി അവരവരുടെ കരിയർ ബിൽഡിംഗ് അവരവര് ആനന്ദം കണ്ടെത്തുന്നതിലൂടെ പ്രോഡക്റ്റിനും ഗുണമുണ്ടാകും. ഓക്കെ, ഈ മാർക്കോ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഈ സിനിമയ്ക്കുണ്ടോ? നിങ്ങൾ വല്ല യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമോ അങ്ങനെ എന്തെങ്കിലും? അല്ല, യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർക്കും ഒരു സ്വകാര്യ സന്തോഷം ഉണ്ടാവും. എന്തായിരുന്നാലും അങ്ങനെ ഒരു യൂണിവേഴ്സ് വരികയാണെങ്കിൽ, ഇപ്പൊ മാർക്കോയുടെ ഒരു യൂണിവേഴ്സ് വരണമെങ്കിൽ ശരിക്കും സന്തോഷമായിരിക്കും. അങ്ങനെ യൂണിവേഴ്സ് വരാൻ വേണ്ടി മനഃപൂർവ്വം ഇതിനകത്ത് ചെയ്തിട്ടില്ല, പക്ഷെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ മാർക്കോ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സംഭവങ്ങളോ ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടാം. അത് മനഃപൂർവ്വമല്ല. ഈ കാട്ടാളൻ പാർട്ട് 2 വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കുന്ന ചിലർക്ക് ക്രിട്ടിക്സിനൊന്നും ഇഷ്ടമല്ല. അവസാനം പാർട്ട് 2 വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇയാൾ ഒന്ന് ശരിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ക്രിട്ടിക്സ് ഭയങ്കരമായിട്ട് നിശ്ചിതമായി വിമർശിക്കാറുണ്ട്. ഇവിടെ പാർട്ട് 2 വേണ്ടിയോ കാട്ടാളൻ പാർട്ട് 2ഓ മാർക്കോ പാർട്ട് 2ഓ അതിനുവേണ്ടി ബോധപൂർവം ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷേ നല്ലൊരു കഥ വന്നാൽ മാർക്കോയ്ക്ക് ചിലപ്പോ വരാം, കണക്ട് ചെയ്യാം. ആ മാർക്കോയുടെ കണക്ഷൻ കാട്ടാളനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടാളന്റെ പാർട്ട് 2 വന്നാൽ അതിൽ മാർക്കോയുടെ എലിമെന്റ്സ് വരാം. മാർക്കോയുടെ പാർട്ട് വന്നാൽ അതിൽ കാട്ടാളന്റെ എലിമെന്റ്സ് വരാം. ചുരുക്കി പറഞ്ഞാൽ എന്റെ ക്യാരക്ടർ അലിക്ക് വരാം, പിന്നെ ടോണി ഐസക്കിന് ട്വിൻ ബ്രദർ വല്ലോണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടും ക്യാരക്ടേഴ്സ് ആണല്ലോ, രണ്ട് ക്യാരക്ടേഴ്സ്. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം, ടോണി ഐസക്ക് മരിച്ചു 100% വിചാരിക്കരുത്. ആ ബ്ലാസ്റ്റ് മരിച്ച ടോണി ഐസക്ക് ആണോ? ഒരു ചെറിയൊരു സസ്പെൻസ് ഉണ്ട്, ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. സത്യമംഗലം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഒരു വീരപ്പനെയാണ്. അങ്ങനെ എന്തെങ്കിലും റെഫറൻസ്?
ഇതിന്റെ വീരപ്പനെയാണല്ലോ നമുക്ക് ഓർമ്മ വരിക ആദ്യം. അങ്ങനെ അല്ല, വീരപ്പന്മാരാണ് കാട് ഭരിക്കുന്നത്. അതെ. നമ്മൾ അറിയുന്ന വീരപ്പന്മാർ, അറിയാത്ത വീരപ്പനാണ് ഈ കാലം. അറിയാത്ത കുറെ വീരപ്പന്മാരിൽ ഒരാളാണ് ഈ മാരി. നമ്മള് ഇപ്പം പോലീസുകാർക്ക് ഫോറസ്റ്റുകാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാടിന്റെ ഉൾഭാഗങ്ങളുണ്ട്. അതെ. അവിടെ എന്താണ് നടക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. ഇന്നും ചന്ദന തടി കടത്തുന്ന ആൾക്കാര് പോലീസുകാരുടെ പിടിപ്പെടുത്താപ്പെടാതെ എത്രയോ പേര് പോകുന്നുണ്ട്. ഇന്നും ആനക്കൊമ്പ് എത്രയോ പേര് കടത്തുന്നുണ്ട്. ആനക്കൊമ്പിനൊക്കെ കോടികളുടെ വിലയാണ്. ഈ ട്രെയിലറിൽ കണ്ടിട്ട് ആന എത്ര കോടി രൂപയോ എന്നൊക്കെ ചോദിക്കുന്നു. കോടികളുടെ സംഭവങ്ങളാണ്. പിന്നെ തടി കടത്തുന്നത് എത്രയോ പേര് തടി കടത്തുന്നുണ്ട്. അപ്പൊ കാടില് കൊള്ള നടക്കുന്നുണ്ട്. നാടിലുള്ള കൊള്ള പോലെ തന്നെ കാടിലെ കൊള്ള നടത്തുന്നുണ്ട്. അപ്പൊ അതില് മനുഷ്യരുടെ വ്യത്യാസമില്ല. അത് നമ്മള് അതവിടെയൊക്കെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. നാട്ടിലും ഒരേപോലെ കൊള്ള നടക്കുന്നുണ്ട്. ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട്. പൊതുവെ ഒരു ആക്ഷൻ ഇപ്പം എത്രയോ മണിക്കൂറുകളുടെ റഷിൽ നിന്നായിരിക്കും അല്ലെ ഒരു ഷോ ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ ഈ പല എഡിറ്റേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്ര റഷ് കൂട്ടി എടുത്തോണ്ട് വരല്ലേ, കാരണം അവർക്ക് ഭയങ്കരമായി ഭ്രാന്ത് പിടിക്കുന്നു, അവർക്ക് ചെയ്യാൻ അത്രയും പ്രഷർ ആവുന്നതൊക്കെ. അങ്ങനത്തെ ക്രൈസിസ് അനുഭവിക്കാറുണ്ടോ? അങ്ങനെ ഇപ്പൊ അല്ലെ പറയാറുണ്ടോ കുറച്ചെടുത്താൽ മതി? അല്ല, ഇപ്പൊ ഈ പടത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു സിനിമയില് ഒരു ക്ലൈമാക്സ് മാത്രം 30 hours ഓക്കെ ടേക്സിന്റെ റഷ് ഒക്കെ വന്നിട്ടുണ്ട്. 30 hours ഓക്കെ ടേക്സ്. അതിന്റെ NG കൂടി വരുമ്പോ ഓരോന്ന് ചില 3 ടേക്ക് 4 ടേക്ക് ഒക്കെ വെച്ചിരുന്നു. അത് 30 മണിക്കൂർ വന്നിട്ടുണ്ട്. അതിന്ന് വേണം 10 മിനിറ്റ് ആക്കാൻ. അതിന്ന് 6 മിനിറ്റ് 7 മിനിറ്റ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ സിനിമയല്ല, വേറെ ഈ സിനിമയിലല്ല ഞാൻ മനസ്സിലായി. അത് അപ്പം അതൊരു ടെൻഷനോ പ്രഷറോ പറഞ്ഞിട്ട് കാര്യമില്ല. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ പറയാനൊന്നും പോല. പക്ഷെ അങ്ങനെ നിർദ്ദേശങ്ങളൊന്നും പറയാനൊന്നുമില്ല അല്ലെ ഡയറക്ടേഴ്സിനോടും? ഓക്കെ, അത് അവരുടെ ഇഷ്ടത്തിന് എടുക്കുന്നതാണ്. ഈ ഇങ്ങനെ നിരന്തരം എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ടേബിളിൽ സിനിമ കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പിന്നെ തിയേറ്ററിൽ കാണുമ്പോഴേ നിങ്ങൾ അത് സിനിമ എൻജോയ് ചെയ്യാറില്ല? കാണാറില്ല, തിയേറ്ററിൽ പോകാറില്ല? ഞാൻ ഇത്രയും പടം ചെയ്തിട്ട് ആകെ 2-3 സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. ജയതിഷൻ എങ്ങനെയാ അഭിനയിച്ച സിനിമകള് തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ആളല്ലേ? തിയേറ്ററിൽ തന്നെ പോയി കാണും. തിയേറ്ററിൽ കാണണം എങ്കിലേ എനിക്ക് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടാലേ എനിക്ക് സന്തോഷമാവുള്ളൂ. അവരുടെ റിയാക്ഷൻ, ഞാൻ ഇഷ്ടപ്പെടുന്നത് സീക്വൻസുകൾ അവരിഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള അവരുടെ എക്സ്പ്രഷൻസിലും ഒക്കെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമ മാത്രമല്ല, കഴിയുന്നത് എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണാനാണ് എനിക്ക് താല്പര്യം. അതിൽ ചിലപ്പോൾ ഷൂട്ടിങ്ങിന്റെ തിരക്ക് കാരണം എന്തെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ OTT കാണുന്നതിൽ കഴിഞ്ഞ് ബേസിക്കലി തിയേറ്ററിൽ പോയി കണ്ട് ആ ആവേശത്തോടൊപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കിഷ്ടമാണ്. തിയേറ്ററിൽ പോയിരുന്ന് ഇമോഷണൽ സീൻസിൽ ഞാൻ കരയും, എനിക്ക് സങ്കടം, അങ്ങനെയൊക്കെ അത് ചിലപ്പോൾ ഒരു TV-യിൽ അല്ലെങ്കിൽ ഒരു OTT-യിൽ ഇരുന്ന് കണ്ടാൽ ചിലപ്പോൾ അത്ര ഇമോഷൻസ് നമുക്ക് കിട്ടണമെന്നില്ല. തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിൽ 100% ഇൻവോൾവ് ആവും. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഈ കാട്ടാളനിലൊക്കെ ആക്ഷൻ സീക്വൻസിൽ ആന്റണി വർഗീസിന് കിട്ടുന്ന കയ്യടി എനിക്ക് നേരിട്ട് കാണാൻ താല്പര്യമുണ്ട്. ഞാൻ ആൾക്കാരെ തിയേറ്ററിൽ വിടും, എന്നിട്ട് ഫോൺ ഓൺ ആക്കി വെച്ച് വീട്ടിലിരുന്ന് കേൾക്കും. റെസ്പോൺസ് ടെൻഷൻ. ഓക്കെ, ഇപ്പം പെപ്പയെ കുറിച്ച് പറയുമ്പം പെപ്പെ ഇടിയിലൊരു ആശാനാണ് അല്ലെ? പെപ്പയിലേക്ക് തന്നെയായിരുന്നോ ആദ്യം? തീർച്ചയായിട്ടും ഈ സിനിമ പെപ്പെ തന്നെയായിരുന്നു ആദ്യം ചെയ്തിട്ട്. ആണ് എങ്ങനെയുണ്ടായിരുന്നത്? അല്ല, പെപ്പെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ കുറച്ച് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് പെപ്പയ്ക്ക് ഈ ക്യാരക്ടർ ഷോൾഡർ ചെയ്യാൻ പറ്റുമോ? പക്ഷെ അതിന്റെ ഉത്തരം ഈ സിനിമ തരും. അത് ജഗദീഷ് ചേട്ടൻ മുൻപ് പറഞ്ഞിരുന്നു, ഈ സിനിമ കഴിഞ്ഞാൽ വേറൊരു പെപ്പയെ നമുക്ക് കിട്ടും. പെപ്പയുടെ സ്റ്റാർഡം വളരെ കൂടും. കാരണം പെപ്പെ സിൻസിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നേ പറയാനുള്ളൂ. നല്ല ആക്ടറുമാണ്, ആക്ഷൻ ഹീറോ ആണ്, നല്ല ആക്ടറും കൂടിയാണ് പെപ്പെ. ഇതിനകത്ത് അതിനനുസരിച്ചുള്ള മുഹൂർത്തങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ സിനിമകളായിരിക്കും പെപ്പയുടെ വലിയ ഫിലിം. അവൻ ചെയ്തിട്ടുള്ള ആക്ഷൻ പടങ്ങൾ ഒരു എല്ലാം കമന്റ്സ് വരുന്നത് അങ്ങനെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ശരിയാ ഞാൻ ആലോചിക്കാറുണ്ട്. ചെയ്ത സിനിമകൾ പ്രൂവ് ചെയ്ത സിനിമകളാണ്. തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഈ പുറകിലെ ക്രൂവിനെ കുറിച്ച് പറയുമ്പോഴേ, അതായത് പറഞ്ഞ പോലെ മ്യൂസിക്, സ്റ്റണ്ട് ഒക്കെ വലിയ വലിയ ടീമാണല്ലോ. അങ്ങനെ ഒരു അസോസിയേഷനിലേക്ക് പോയത് എന്തായിരുന്നു കാരണം? നമ്മളെപ്പോഴും ടെക്നിക്കൽ ടീമിനെ ഏറ്റവും നല്ല ആൾക്കാരെ കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ നമ്മൾ അടുത്ത മൂവി പ്ലാൻ ചെയ്യുന്നതിലും നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ടെക്നിക്കൽ ടീം ആരാണെന്നുള്ളതാണ്. അപ്പോൾ ടെക്നിക്കൽ ടീം നന്നാവുമ്പോൾ ആ സിനിമ എന്തായാലും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന ആവശ്യമില്ല. അതിപ്പം മാർക്കോ ആയാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെയാണ്.
പറഞ്ഞ കൊളായി പോയോ? കറക്റ്റാണ്. അല്ല, അപ്പോ സിനിമ ഇപ്പൊ നമ്മൾ മലയാളികൾക്ക് ഇപ്പൊ ഈ സിനിമയുടെ ടെറൈൻ എന്ന് പറയുന്നത് നമ്മളൊരു മലയാളികൾക്ക് ഇതൊരു കേരളത്തിൽ നടക്കുന്ന ഒരു സിനിമയായിട്ട് കാണാം, തമിഴ് ഓഡിയൻസിന് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു കഥയായിട്ട് കാണാം, ഇവൻ ഹിന്ദി ഓഡിയൻസിന് അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് പോലും കാണാൻ പറ്റും. അപ്പൊ അതിലേക്ക് വരുമ്പോ നമുക്ക് ആർട്ടിസ്റ്റ് വൈസ് പോലും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഗുണം ചെയ്യും. അതൊക്കെ കണ്ടിട്ടാണ് ചെയ്തത്. ഒരു ബിസിനസ് വാല്യൂ കൂടി കണ്ടിട്ടുണ്ട്. കാട്ടാളനില് നമ്മള് വളരെയധികം എഫേർട്സ് എടുത്തിട്ടുണ്ട്. ഫിസിക്കലായിട്ട് ആന്റണി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, സുനിലായിക്കോട്ടെ, കബീർ സിംഗ് ആയിക്കോട്ടെ, നമ്മുടെ ഹീറോയിൻ ആയിക്കോട്ടെ, എല്ലാവരും ഫിസിക്കലി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ഡ്യൂപ്പ് ആരും ഡ്യൂപ്പ് അഭിനയിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പേഴ്സണലായിട്ട് ഞാൻ ഓടിയിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്, മരത്തിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. 60 ദിവസം ഫൈറ്റ് മാത്രം ഷൂട്ട് ഫൈറ്റ് മാസ്റ്റർ ത്രൂ ഔട്ട് ലൊക്കേഷനിലുണ്ട്. വലിയൊരു മരത്തിലേക്ക് കയറിയിരുന്നു. ഡ്യൂപ്പില്ലാതെ അടിയൊന്നുമില്ല. പിന്നെ ജഗദീഷ് ചേട്ടന്റെ നമ്മളിപ്പോ ടീച്ചറിലും ട്രെയിലറും കണ്ടപ്പോ ഒരു എല്ലാരും ചോദിച്ചത് വിഗ് ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. വിഗ് ആണോ ചോദിച്ചു. മുടി അതിനകത്ത് കുറച്ച് നീട്ടി വളർത്തിയിട്ടുണ്ട്. ഈ പ്രായത്തിൽ ജഗദീഷ് ചേട്ടൻ ഒറിജിനൽ മുടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രായത്തിൽ ഒരു കൺസിഡറേഷനും ഇല്ല. ആന്റണി ഓടുന്നതിന്റെ അതേ സ്പീഡിൽ തന്നെ ഓടാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏകദേശം പിടിച്ചു നിന്നു. ഫിസിക്കലി അന്നന്റെ കൂടെയൊക്കെ ഓടേണ്ടി വന്നു. ജഗദീഷ് ഫിസിക്കലി ഒരു എന്താണെങ്കിലും പിടിച്ചു നിൽക്കും. അത്രേ ഉള്ളൂ. ബോഡി ബിൽഡിങ്ങിനോ എക്സസൈസിനോ ജിംനേഷ്യന്നോ ഒന്നും പറയുന്നില്ല. ചെറിയ സീക്രട്ടുകളാണ്. പക്ഷെ ഇവരുടെ കൂടെ സംവിധായകൻ ആവശ്യപ്പെടുന്ന സീക്വൻസിൽ അഭിനയിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. കഴിയട്ടെ. ഈ പറഞ്ഞ ആനകള് ഒറിജിനൽ ആണല്ലോ. ആനകളെ മരിക്കുക അല്ലെങ്കിൽ അവരെ അഭിനയിപ്പിക്കുക, ആനകളുടെ കൂടെ ഒക്കെ വേറെ ആയിരിക്കുമല്ലോ. അവർ മൂന്ന് റെഡിയാകുമ്പോൾ നമ്മൾ റെഡിയാവണമല്ലോ. അത് എങ്ങനെ അതിനെ കുറച്ച് ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ ആനകൾക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. അത്രയും ഗംഭീരമായിട്ട് അഭിനയിച്ചിരുന്നത്. അതായത് ആന മരിച്ചു വീഴുന്നത് ഒറിജിനലായിട്ട് ആന അഭിനയിക്കുന്നു. അപ്പൊ ആക്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ആന കറക്റ്റ് ആയിട്ട് അഭിനയിച്ച് മരിച്ചു വീഴും. കട്ട് പറയുന്നവരെ അനങ്ങാതെ കിടക്കും. കട്ട് വിളിച്ചാ ചാടി കിടക്കും. അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ അത് പുറത്തേക്ക് കൊടുത്ത് ശരിയല്ലെന്ന് വിചാരിച്ചിട്ടാ. ആനകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഓഡിയോ ട്രാക്ക് ട്രെയിലറിൽ തന്നെ 3 വർഷം അതെന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? അല്ല, അതൊരു പുതിയൊരു സംഭവം. ഓഡിയൻസിന് ഏതാണോ കേട്ട് ഇഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്യട്ടെ എന്നുള്ളതില്ല. നമ്മളതൊരു സജഷൻ പോലെ ആണ്. അപ്പൊ ആ 3 ട്രാക്കിൽ ഏതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ആ ട്രാക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് സിനിമയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അതിന്റെ മെയിൻ വെർഷൻ തന്നെ ഇഷ്ടപ്പെട്ട് സിനിമയിലേക്ക് അതാണ് കൂടുതൽ എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി എന്താണ്? റിലീസിനെ കുറിച്ച് പറയുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ മെയ് മിഡ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. മെയ് 14 or 21 അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മളിപ്പോ ദൃശ്യം 3 അത് മലയാള സിനിമയുടെ ഒരു ബ്രാൻഡാണ്. പിന്നെ അങ്ങനത്തെ ഒരു സിനിമ വരുമ്പോ നമ്മളെ പോലത്തെ ആൾക്കാർ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിനെ വാല്യൂ ആൻഡ് റെസ്പെക്ട് ചെയ്യുക. കാരണം മലയാള സിനിമയുടെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു സിനിമയാണ് ദൃശ്യം. അപ്പൊ ദൃശ്യം 3 വരുമ്പോ അതിനോട് കൂടെ ഒരു ക്ലാഷ് വെക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ സിനിമ ഇനി എത്ര വലിയ സിനിമയാണെങ്കിലും എത്ര നല്ല സിനിമയാണെങ്കിലും അങ്ങനത്തെ രീതിയിലേക്ക് പോകില്ല. ദൃശ്യം 3 കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഡേറ്റ് എന്തായാലും നമ്മൾ പിന്നെ ഡേറ്റ് ദൃശ്യം 3 ഐക്കോണിക് ദൃശ്യം. അപ്പോ കാട്ടാളൻ ഗംഭീര സിനിമയാവട്ടെ. പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.